എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. അത് നന്നായി. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ഇപ്പൊ റീസെന്റ് ആയി നടന്നിട്ടുള്ള സംഭവം, ഈ കുട്ടി പഠിച്ചതും വളർന്നതെല്ലാം വിയറ്റ്നാമിലായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ അവിടെയുള്ള ഒരു സ്ട്രേ ഡോഗ്, ഒരു ഡോഗിനെ ഒരാൾ ആക്രമിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി ആ ഡോഗിനെ അഡോപ്റ്റ് കണ്ടോടാ എന്ത് മര്യാദയുള്ള സ്ത്രീ. ഇന്ത്യൻ ഗവൺമെന്റ് വഴി സംസാരിച്ച് പെർമിഷൻ എടുത്തുകൊണ്ടാണ് ആ ഡോഗിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുക. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എവിടെയാണ് ഒരു സ്ട്രേ ഡോഗിന്റെ ദത്തെടുത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തോന്നിയത് എവിടെയാണ്? അപ്പോൾ ആ ഒരു അങ്ങനെയാണ് ഞങ്ങൾ കേട്ട വാർത്ത. അതുകൊണ്ട് ചോദിച്ചാൽ നാട്ടുകാരുടെ മുമ്പ് ആണെങ്കിൽ പറഞ്ഞ കറക്റ്റ് സെൻസിൽ തന്നെ എടുക്കുമോ എന്നൊക്കെ ഒരു ഭയപ്പാട്, അത് വേണ്ട കാലം കൂടിയാണ് കേട്ടോ. അങ്ങനെയാണ് എന്റെ ചോദ്യം. ഞാനിവിടെ സമാധാനമായിട്ട് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കില്ലല്ലേ? എനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചത്, whatever. അങ്ങനെ പറയരുത്. But and I know for myself. So if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove what I'm thinking. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? What I'm feeling, or I don't have to say no, it's like this, it's like that. I don't have to explain myself. If someone has a problem, they have a problem, and I can't do anything to fix that problem. And I don't have to. It's not on me to fix their problem. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടോ. അതേപറ്റി മകളുടെ അഭിപ്രായം ചോദിച്ചതും അത് വിസ്മയ പറഞ്ഞു. സ്വാഭാവികമായിട്ടും മോഹൻലാൽ എന്ന ആക്ടർ അപ്പുറത്തുണ്ടല്ലോ, സ്വാഭാവികം അദ്ദേഹം ഒരുപാട് ചിന്താ അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണ്. പക്ഷെ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കാനേ പറ്റും, ഒന്നും പറയാതിരിക്കാനേ പറ്റും. പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു സന്തോഷമുള്ള ആൾക്കാരുണ്ട് അല്ലേ, പെപ്പപ്പ് കിട്ടുന്ന എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അവരെല്ലാം ബി ഹാപ്പി. അതാണ് ഇതുപോലെ വാല് മുറിഞ്ഞു നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. ഓ മനസ്സിലായി, സംഭവം തലയ്ക്ക് സ്ഥിരമില്ലാത്ത കേസാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.